ഫ്രൈഡേ ആകുമ്പോൾ എല്ലായിടത്തും ഒരു ചോദ്യമുണ്ട്, എന്താ വീക്കെൻഡ് പ്ലാൻസ്? ഇഫ് യു ഹേറ്റ് സച്ച് ക്വസ്റ്റ്യൻസ് ഫ്രം അൺമാരിഡ് കപ്പിൾസ് ഓർ somebody who's not a parent, this video is for you. വെൽക്കം ബാക്ക് ടു പോക്കറ്റ്സ് ഓഫ് മൈ ലൈഫ്. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ പോലെയൊക്കെ എനിക്ക് എന്നും പുറത്തു പോകാനൊന്നും പറ്റില്ലായിരിക്കും. ബിക്കോസ് എൻ്റെ അവരുടെയും ലൈഫ് ഒന്നല്ലല്ലോ. കുറച്ചുകൂടെ യങ് ആയിരിക്കുമ്പോൾ എനിക്ക് നാണാണ് ആൾക്കാരുടെ അടുത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്ന് പറയാൻ. കുറച്ച് വളർന്നു വന്നപ്പോൾ ഈ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് എന്തൊരു ലക്ഷറി ആണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് എന്ന് പറയും. ഞാനിങ്ങനെ തകർത്ത് സൺഡേ മീൽ പ്രെപ്പൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് ചോദിക്കും, ഐ യു മാനേജിങ് എവറിത്തിങ്? ഇതുപോലെ റെസ്റ്റ് ഡേയ്സ് ഉള്ളതുകൊണ്ട് ഐ മാനേജ്. സത്യം പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഇന്റൻഷനലി ഒതുക്കിയില്ലെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തേയില്ല. ചിലപ്പോൾ ഞാൻ ആലോചിക്കും, നമ്മൾ എപ്പോഴും ഇങ്ങനെ പുറത്തു പോയിക്കൊണ്ടിരുന്ന വീട്ടിലെ പണിയായിരിക്കും. പിന്നെ അങ്ങ് തളർന്ന് ടയർഡാകുമ്പോഴൊക്കെ എൻ്റെ മൈൻഡിൽ വരുന്ന ഇനിയൊരു തോട്ട് എന്ന് വെച്ചാൽ ഐ ഫീൽ വെരി റിഡണ്ടന്റ്. മൺഡേ ടു ഫ്രൈഡേ ജോലി ചെയ്യുക, പിന്നെ വീട്ടു ജോലി ചെയ്യുക, സാറ്റർഡേ സൺഡേ. ഇതെന്താ ഒരു ലൈഫ് ബോറിംഗ് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ when I feel stuck some days, ഞാൻ എനിക്ക് വേണ്ടി ഒരു റെസ്റ്റ് ഡേ സ്കെഡ്യൂൾ ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ള പണികൾ മാത്രം ചെയ്യുന്ന ഒരു ദിവസം. പക്ഷെ വൈകുന്നേരം എന്ന് പറയുന്നത് ചായ എന്നാണ് തുടക്കം. എനിക്കൊരു 5 മിനിറ്റ് സമാധാനമായിട്ടിരുന്ന് ചായ കുടിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡേയ്സിൽ ഇത് പൊതുവേ ഞങ്ങൾക്കിത് കിട്ടാറില്ല. അധികം മേലനങ്ങാത്ത ഒരു കോൺഫ്ലെക്സ് ഫ്രൈ ആണ് ഞാൻ ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കിയത്. പ്രീ പാരന്റിങ് ഏരാൽ നിങ്ങളുടെ റെസ്റ്റ് ഡേയ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ആസ് എ പാരൻറ്റ് എൻ്റെ റെസ്റ്റ് ഡേയ്സ് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് നോ മാറ്റർ ഹൗ മച്ച് റെസ്റ്റ് ഐ നീഡ്, ഐ എം സ്റ്റിൽ റെസ്പോൺസിബിൾ ഫോർ ദിസ് ടൈനി ഹ്യൂമൻ ബീയിങ്. അമ്മു ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടാളും വെറുതെ ഞങ്ങൾ റെസ്റ്റ് ഡേയ്സിലൊക്കെ ഒന്നിച്ചിരുന്ന് കുറേ പടം കണ്ട് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ അമ്മുവിന് ശേഷം നമുക്ക് വീക്കെൻഡിലാണ് അവളോടെ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടുന്നത്. ഈ ഒരു ദിവസം അവളെ ഒട്ടും ബ്രഷ് ചെയ്യാണ്ട് അവൾക്ക് എന്തൊക്കെ കളിക്കണോ അതൊക്കെ കളിച്ച് അവളുടെ കൂടെ കുറച്ച് അൺഇൻറ്ററപ്റ്റഡ് പ്ലേ ടൈം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. പ്രീവിയസ് ഗാർഡനിങ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എനിക്കിതൊക്കെ നട്ടു വളർത്താൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഡെയിലി ഞങ്ങൾ വെള്ളം നനയ്ക്കാൻ വരും. പക്ഷേ എനിക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാനോ പുതിയ ചെടികൾ നടാനോ അല്ലേ എന്തെങ്കിലും വീഡ്സ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനോ ഇതൊക്കെ എനിക്കൊരു റിലാക്സിങ് സംഭവമാണ്. ചിലർക്ക് വരയ്ക്കുന്നതോ ഡാൻസ് കളിക്കുന്നതോ പാട്ട് പാടുന്നതോ പോലെയാണ് എനിക്ക് ഈ ഗാർഡനിങ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കാനഡയിൽ ഞങ്ങൾക്ക് ആകെ 2-3 മാസമേ സമ്മർ കിട്ടാറുള്ളൂ. അപ്പോൾ ഞങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ അതൊരു ജോലി പോലെ തോന്നില്ലല്ലോ. ഞങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ അവക്കും അതിൻ്റെ ഇടയ്ക്ക് ഇലയെ കുത്തി കളിക്കാനൊക്കെ അതിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ ഒരു പ്രിട്ടൻഡ് പ്ലേ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മു ജനിച്ച സമയത്ത് ഞാൻ കുറേ കാലം എൻ്റെ ഹോബീസിനെയൊക്കെ ഞാൻ ഒതുക്കി വെച്ചു. അതറാകുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. ഇതിനൊക്കെ ഞാൻ സമയം സ്പെൻഡ് ചെയ്താൽ ഞാൻ കുഞ്ഞിനെ നോക്കുക. ഹസ്ബൻഡ് ഈക്വലി സപ്പോർട്ടീവ് ആണ് ഇപ്പോഴും തന്നെ. ആസ് എ മദർ ഒരു ഗിൽറ്റ് ഫീൽ നമ്മൾക്ക് എപ്പോഴും അടിക്കും. നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്കത് ഭയങ്കര ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ്, എന്തോ തെറ്റ് ചെയ്ത പോലെ. സത്യത്തിൽ നമ്മൾ അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ വളർന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നമുക്കങ്ങനെ തോന്നാറ്. എന്ന് വെച്ചാൽ നമ്മൾ കണ്ട് വളർന്നത് നമ്മൾ അമ്മമാരിങ്ങനെ ഓടി നടന്ന് അവർക്ക് നമ്മൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ, അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു ഇന്റൻഷനലി ഒരു റെസ്റ്റ് ഡേ സ്കെഡ്യൂൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കില്ല. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയില്ല, നമുക്ക് ഇഷ്ടമുള്ളൊക്കെ പണി ചെയ്തിട്ടില്ലെങ്കിൽ അത് എത്രത്തോളം നമ്മളെ ഹോൾ വീക്കിനെ അഫക്റ്റ് ചെയ്യുന്ന ഞാനത് കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഇങ്ങനെ തോന്നില്ലായിരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സും ഫെറ്റീഗും അങ്ങനെ വല്ലാത്തൊരു മൈൻഡ് അപ്സെറ്റ് ആവുന്ന പോലത്തെ വീക്കായിരിക്കും എനിക്ക്. ജനറലി സ്പീക്കിംഗ്, ഇവൻ ദോ ഞാൻ സൺഡേ ഒരു മീൽസും ഉണ്ടാക്കിയിട്ടില്ല, ബട്ട് ത്രൂ ഔട്ട് ദ വീക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡ് മാറി മാറി കുക്ക് ചെയ്യുകയാണെങ്കിലും എനിക്കങ്ങനെ മൈൻഡ് അപ്സെറ്റ് ആവില്ല. If I had a rest day, I blame myself for anything that goes wrong in that week. As usual, ഞങ്ങൾ ടാഗ് ടീം ഇട്ട് കിച്ചണിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഓർ എനിത്തിങ് എനിക്ക് സൺഡേ കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഇട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടു. മീൻവെൽ ഞാൻ അമ്മുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തു. സോ പുള്ളിക്കാരൻ പോയി ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്തിട്ട് വരുന്നതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ അമ്മുവിന് കഴിക്കാൻ കൊടുത്തു. 6 months തൊട്ടേ ബേബി ലെഡ് വീനിങ് ചെയ്തുകൊണ്ട് അവൾ തന്നെ ഇരുന്ന് കഴിച്ചോളും. അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക്
നമുക്ക് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇത് റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് നമുക്കിവിടെ കടയിൽ വാങ്ങിക്കാൻ. നോ കുക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ ആബ്സൊല്യൂട്ട്ലി നോ കുക്കിംഗ് ആയിരിക്കുമല്ലോ. ഔട്ട് ദ വീക്കിൽ ഞങ്ങൾ കുറച്ച് ടേക്ക് ഔട്ട് എടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. സോ അത് വേസ്റ്റ് ചെയ്യാണ്ട് അതാണ് ഞങ്ങൾ ഡിന്നറിന് കഴിക്കാൻ വിചാരിച്ചത്. പിന്നെ സൺഡേ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ ക്വിക്ക്ലി ഒരു ഇഡ്ഡലി ഉണ്ടാക്കി വെക്കുകയാണ്. സോ എനിക്ക് സൺഡേ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങി എണീക്കാമല്ലോ. പണിയിലായിരുന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് തിരിച്ചു വന്നായിരുന്നു ഗ്രോസറി വാങ്ങിയിട്ട്. എന്നിട്ട് മോളെ ഉറങ്ങാൻ കൊണ്ടുപോയി. മോൾ എപ്പോഴും കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയമേ കിട്ടില്ല. ഞങ്ങളെ വിടില്ല, അതാണ് സത്യം. എല്ലാവർക്കും എപ്പോഴും അവർക്കാണല്ലോ അറ്റൻഷൻ വേണമെന്ന് പറയാം. അപ്പോൾ ഇതുപോലെ ചില മൊമെന്റ്സ് കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് അടുത്തിരുന്ന് വർത്തമാനം പറയാനും പറ്റത്തുള്ളൂ. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യു ഡു ദിസ്. യു ഡോണ്ട് സ്റ്റോപ്പ് ബീങ് എ കപ്പിൾ ഈവൻ ഇഫ് യു ഹാവ് എ കിഡ്, റൈറ്റ്? അപ്പോൾ ഞങ്ങളെ മോളെ അലങ്കോലപ്പെടുത്തിയിട്ട് ഞങ്ങളെ ലിവിങ് റൂമിലിരുന്ന് ഞങ്ങൾ ലെഫ്റ്റ് ഓവർ ടേക്ക് ഔട്ടും കഴിച്ച് ഞങ്ങളൊരു മൂവി നൈറ്റ് ആക്കിന്ന്. ഓക്കെ ടു ഹാവ് എ normal day. It's okay to not do anything. And I hope you take one for yourself. See you on another video. Bye bye.